കെ സുധാകരനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും നീക്കി സമ്പൂർണ്ണ പുനഃസംഘടന എന്ന ലക്ഷ്യത്തോടെയുള്ള വി.ഡി. സതീശന്റെ നീക്കങ്ങളെ പ്രതിരോധിച്ച് മുതിർന്ന നേതാക്കൾ രംഗത്ത്. താൻ തന്റെ പണിക്ക് പോകുമെന്ന മുന്നറിയിപ്പുമായി കെ സുധാകരനും. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിടുമെന്ന ആശങ്കയിലാണ് ഘടകകക്ഷികളും. സംഘടനയിൽ തലമുറ മാറ്റം വേണമെന്ന ശക്തമായ ആവശ്യമുന്നയിച്ച് കെ സുധാകരനെ അധ്യക്ഷ സ്ഥാനത്തു നിന്നും നീക്കി സമ്പൂർണ്ണ പുനഃസംഘടനയെന്ന ലക്ഷ്യത്തോടെയാണ് വി.ഡി. സതീശന്റെ നീക്കങ്ങൾ. ഇതിന് കെ.സി. വേണുഗോപാലിന്റെ പിന്തുണയും സതീശനുണ്ട്. ഇതനുസരിച്ചുള്ള റിപ്പോർട്ടാണ് ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഹൈക്കമാൻഡിന് കൈമാറിയിരിക്കുന്നത് എന്നാണ് സൂചന. എന്നാൽ ഇത് മുൻകൂട്ടി കണ്ട് പ്രതിരോധിക്കുകയാണ് കെ സുധാകരനും മുതിർന്ന കോൺഗ്രസ് നേതാക്കളും. തനിക്ക് ബി.ജെ.പിയിൽ പോകാൻ ആരുടെയും അനുവാദം വേണ്ട എന്ന് പറഞ്ഞ അതേ ശൈലിയിലാണ് നേതൃമാറ്റത്തെക്കുറിച്ച് സുധാകരൻ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. വാക്കുകൾ ഇങ്ങനെ: താൻ തന്റെ പണിക്ക് പോകുമെന്ന്. ധൈര്യത്വമുള്ള ഒരു പ്രവർത്തകനെ പോലെ ഞാനത് ഏറ്റുവാങ്ങി ഞാൻ എൻ്റെ പണിക്ക് പോകും. അതേസമയം പ്രവർത്തക സമിതി അംഗം ശശി തരൂരും മുതിർന്ന നേതാക്കളായ രമേശ് ചെന്നിത്തലയും കെ മുരളീധരൻ അടക്കമുള്ളവരും കെ സുധാകരന് പൂർണ്ണ പിന്തുണ നൽകി സതീശന്റെ നീക്കങ്ങൾക്ക് തടയിടുന്നുണ്ട്. കോൺഗ്രസിന് മേൽക്കൈയുള്ള പുതുപ്പള്ളിയിലെയും തൃക്കാക്കരയിലെയും വിജയങ്ങൾ സതീശന് മാത്രമല്ല കെ സുധാകരനും അവകാശപ്പെട്ടതാണെന്ന ഓർമ്മപ്പെടുത്തലുകളാണ് ഈ നേതാക്കൾ നടത്തുന്നത്. അധ്യക്ഷനെ മാറ്റേണ്ടതില്ല എന്ന നിലപാടും ഇവർ ആവർത്തിക്കുന്നു. അങ്ങനെ ഒരു ചർച്ചയും നടക്കുന്നതായിരുന്നു എനിക്കറിയില്ല. അങ്ങനത്തെ ഒരു ചർച്ച ഇതുവരെ എവിടെയും നടന്നിട്ടുള്ള ഒരു ലക്ഷണം ഞാൻ കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെ ഈ വാർത്ത വന്നു എനിക്കറിയില്ല. കെ സുധാകരനെ അധ്യക്ഷ സ്ഥാനത്തു നിന്ന് മാറ്റിയാൽ വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും തുടർന്നുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലും കാത്തിരിക്കുന്നത് വലിയ തിരിച്ചടിയാകുമെന്ന തിരിച്ചറിവ് ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾക്കും ഉണ്ട്. പൊളിറ്റിക്കൽ ഡെസ്ക്, കൈരളി ന്യൂസ്.